തൊഴിലുറപ്പ് പദ്ധതിയിൽ കേന്ദ്രത്തിന്റെ കടും വെട്ട്. പദ്ധതിയിൽ ഫണ്ട് ചെലവഴിക്കുന്നതിന് കേന്ദ്രം നിയന്ത്രണം ഏർപ്പെടുത്തി. ആവശ്യാനുസരണം പണം ചെലവഴിക്കാമെന്ന നിർദ്ദേശത്തിലാണ് ഈ മാറ്റം. സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ചെലവഴിക്കാവുന്ന തുക ധനവകുപ്പ് നിശ്ചയിച്ചു നൽകി. വാർഷിക വിഹിതത്തിന്റെ 60% ഫണ്ട് മാത്രം വിനിയോഗിക്കാനാണ് അനുമതി. വിഷയത്തിൽ വിമർശനവുമായി പ്രതിപക്ഷവും രംഗത്തെത്തിയിട്ടുണ്ട്. ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, അല്ലെങ്കിൽ തന്നെ തൊഴിലുറപ്പിന്റെ സാമ്പത്തിക സഹായം വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൽ നിയന്ത്രണവും ഏർപ്പെടുത്തുകയാണോ ആദിൽ? വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് കേന്ദ്ര ധനവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. സാധാരണഗതിയിൽ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കായി എത്ര രൂപ ചെലവഴിക്കാമെന്നൊരു നിയന്ത്രണം ധനവകുപ്പ് വെച്ചിട്ടില്ല. കാരണം സാധാരണഗതിയിൽ ഗ്രാമീണരുടെ ജീവിതത്തിന്റെ ഒരു പുനരുദ്ധാരണമാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര പേർക്ക് വേണമെങ്കിലും ജോലി ചെയ്യാം, തൊഴിൽ ദിനം ആ വിധം ക്രമപ്പെടുത്താം എന്നുള്ളതായിരുന്നു, ആ ഒരു സ്വാതന്ത്ര്യമായിരുന്നു പദ്ധതിയുടെ ജീവൻ തന്നെ. പക്ഷേ ധനവകുപ്പിന്റെ കൃത്യമായൊരു നിയന്ത്രണം ഇക്കാര്യത്തിൽ വന്നിരിക്കുന്നു. ഒരു കട്ട് ഓഫ് വെച്ച് ആ പണം മാത്രമേ ചെലവഴിക്കാൻ കഴിയുകയുള്ളൂ എന്നൊരു നിയന്ത്രണം വെച്ചിരിക്കുകയാണ് പദ്ധതിയിൽ എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ഈ സാമ്പത്തിക വർഷത്തെ ആദ്യ പകുതിയിൽ ഈ വർഷത്തെ ആകെ ചെലവഴിക്കാവുന്ന തുകയുടെ 60% മാത്രമേ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ധനവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ ശുപാർശ പലതവണ ധനമന്ത്രാലയം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഗ്രാമവികസന മന്ത്രാലയം ഇതൊക്കെ തള്ളുകയായിരുന്നു. പക്ഷേ നിരന്തരമുള്ള ചർച്ച, പ്രധാനമന്ത്രിയുടെ ഇടപെടൽ, ഒടുവിൽ ധനവകുപ്പിന്റെ ആവശ്യം അംഗീകരിച്ചിരിക്കുന്നു. ഇതോടെ സംഭവിക്കുന്നത് ഗുണഭോക്താക്കളുടെ എണ്ണത്തിലും തൊഴിൽ ദിനത്തിലും നിയന്ത്രണം ഉണ്ടാകും എന്നുള്ളതാണ്. അത് സ്വാഭാവികമായും പദ്ധതിയുടെ താളം തെറ്റിക്കുന്ന ഒരു തീരുമാനമായി ഇത് മാറും എന്ന കാര്യത്തിലും സംശയമില്ല.